ഹലോ ഗായ്സ്, കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് 10,000 താഴെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിവൈസ് ഏതൊക്കെയാണ്. അപ്പോൾ അതിനുള്ള ഉത്തരവായിട്ടാണ് വന്നേക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ 10,000 ഫോണിൽ കൺസിഡർ ചെയ്യണമെന്നുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. എന്നാലേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഇതുപോലെ കാണാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് 10,000 അണ്ടറിലെ ഫോൺസ് എടുക്കുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 5G നോക്കണം. എല്ലായിടവും 5G എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റ്ലി ഒന്ന് കൺസിഡർ ചെയ്യുക 5G ഫോൺസ്. കാരണം വേറെ ഫോൺസ് എടുക്കാതിരിക്കും. റീസെയിൽ ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഈ ഒരു 5G എന്നൊരു കാര്യം. നിങ്ങൾ 2 വർഷം കഴിഞ്ഞ് വിറ്റാലും 5Gക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കണം. 5G ഫോൺസ് മസ്റ്റ്ലി കൺസിഡർ ചെയ്യുക. 5G അല്ലാത്ത ഫോണുകൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. രണ്ടെന്ന് പറഞ്ഞാൽ പ്രോസസ്സറാണ്. ഒരു ഫോണിന് 10,000 അണ്ടറിൽ വന്ന ഫോണായാലും നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ അതൊരു നല്ല രീതിയിലുള്ള സ്മൂത്ത്നെസ്സും ഗെയിം കളിക്കാനൊന്നും അല്ല സംഭവം. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ഇനി വരുന്ന 1 വർഷം കഴിയുമ്പോൾ പോലും സ്മൂത്തായിട്ടിരിക്കണമെങ്കിൽ നല്ലൊരു പ്രോസസ്സർ വേണം. അറ്റ്ലീസ്റ്റ് ഡയമണ്ട്സിറ്റി അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ, ഇത് രണ്ടും വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസസ്സേഴ്സ് ഇൻ ദി സെഗ്മെൻറ്റ് എന്ന് പറയാം. ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല കുറച്ച് പ്രോസസ്സേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് പറയാം. തേർഡെന്ന് പറഞ്ഞാൽ ബാറ്ററി ലൈഫ്. നിങ്ങളൊരു നല്ല ബാറ്ററി ലൈഫ് ഒരു 5,000 4,500 തൊട്ടേ ഉണ്ട് അങ്ങോട്ട് ബാറ്ററി ലൈഫ്. 5,000 6,000 അങ്ങനെ ആ റേഞ്ചൊക്കെ നമുക്ക് ഈ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പം മസ്റ്റ്ലി നമ്മളൊരു 5G ഫോൺ കൺസിഡർ ചെയ്യുമ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മസ്റ്റ്ലി ഞാൻ പറയുന്നൊരു ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കോയുടെ M6 5G ആണ്. 6.78 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 8 വാൾട്ടിൻ്റെ ചാർജർ സപ്പോർട്ടുണ്ട്. 10 വാൾട്ടിൻ്റെ ചാർജർ നമുക്ക് ബോക്സിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 6100 mAh ഡയമണ്ട്സിറ്റിയുടെ പ്രോസസ്സറാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് ഡയമണ്ട്സിറ്റിയുടെ ഈ ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ. ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 15 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ആൻഡ്രോയിഡ് 13 വരുന്നത്. ആൻഡ്രോയിഡ് 13 വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് പ്രൈസിങ് നമുക്ക് 8,500 രൂപയ്ക്ക് കിട്ടും. 499 രൂപയ്ക്ക് നമുക്ക് ഈ ഫോൺ കിട്ടും. അത്യാവശ്യം നല്ലൊരു ഫോണാണ് M6 5G എന്ന് പറഞ്ഞ ഫോൺ. നിങ്ങൾ 5G കൺസിഡർ ചെയ്യണം. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ റെഡ്മി A4 5G എന്ന് പറഞ്ഞ ഫോണാണ്. അതിൻ്റെ സ്പെക്സിലോട്ട് കിടക്കാം. ഇവിടെ 6.88 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 4S Gen 2 പ്രോസസ്സറാണ് വരുന്നത്. ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5160 mAh ബാറ്ററിയാണ്. പിന്നെ 18 വാൾട്ടിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. ചാർജർ 33 വാൾട്ടിൻ്റെ ചാർജറാണ് തരുന്നത്. 15 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. 5 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി സെൻസർ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 വരുന്നത്. പക്ഷെ അത്യാവശ്യം നല്ലൊരു മൊബൈൽ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു മൊബൈൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന്. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8,913 രൂപയാണ് വരുന്ന പ്രൈസ്. എന്ന് പറഞ്ഞാൽ ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോണാണ് ഈ ഒരു സെഗ്മെന്റിൽ. വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ നമുക്ക് പറയാം. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ C65 എന്ന് പറഞ്ഞ ഫോണാണ്. എന്ന് പറഞ്ഞാൽ 6.67 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. IPS പാനലാണ് വരുന്നത്. ഒരു ഡയമണ്ട് സിറ്റിയുടെ C6 300 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത്. ഒരു 5000 mAh ബാറ്ററി. പിന്നെ നമുക്കൊരു 15 വാൾട്ടിൻ്റെ ചാർജർ ഉണ്ട്. പിന്നെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 50 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ, പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അത്യാവശ്യം ക്യാമറ ഈ സെഗ്മെൻറ്റിൽ കൊള്ളാം. നമുക്ക് ആൻഡ്രോയിഡ് 14 വരുന്നത്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് അല്ല വരുന്നത്. ആൻഡ്രോയിഡ് 15 കിട്ടിയിട്ടില്ല. എന്തായാലും ആൻഡ്രോയിഡ് 14 വരുന്നത്. പിന്നെ നമുക്ക് 10,199 റുപ്പീസിനാണ് വരുന്നത്. പിന്നെ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർട്സ് കണ്ട് ലോഡറാണ്. ഭയങ്കരമായിട്ട് ഇപ്പോൾ റിയൽമിയിൽ ആർട്സ് ഉണ്ട്. അതെല്ലാം റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാമെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. എന്നാലും നിങ്ങളൊന്ന് ചിന്തിക്കുക. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫോണാണ്. എനിക്ക് മോട്ടോയുടെ G45 എന്ന് പറഞ്ഞൊരു ഫോണാണ് വരുന്നത്. അതിൻ്റെ സ്പെക്സിലോട്ട് കിടക്കുക. വരുന്ന സ്പെക്സ് എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ. ഒരു 6X Gen 3 പ്രോസസ്സറാണ് വരുന്നത്. ഒരു 5000 mAh ബാറ്ററി വിത്ത് ഒരു 20 വാൾട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്. 15 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ വരുന്നുണ്ട്. ഒരു 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസർ വരുന്നുണ്ട്. 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഇത് ആൻഡ്രോയിഡ് 14 വരുന്നത്. ഒരു 3 years ഓഫ് അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. 1 year ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും വരുന്നുണ്ട്. 3 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. 1 year ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 10,999 കിട്ടും. 11 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഫോൺ കിട്ടും. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. എന്ന് പറഞ്ഞാൽ പോക്കോയുടെ M6+ 5G ആണ് വരുന്നത്. 6.79 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ഉണ്ട്. 4S Gen 2 പ്രോസസ്സറാണ്. AE ആണ് വരുന്നത്. AI അല്ല, AE ആണ് വരുന്നത്. പിന്നെ 5030 mAh ബാറ്ററി പ്ലസ് ഒരു 33 വാൾട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്. 108 ക്യാമറ,
വിത്ത് 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ വരുന്നുണ്ട്, ഒരു 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, ആൻഡ്രോയിഡ് നമുക്ക് 14 അപ്ഡേറ്റ് വരുന്നുണ്ട്, പിന്നെ 2 years ഓഫ് OS അപ്ഡേറ്റും ഒരു 4 years ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും വരുന്നുണ്ട്. പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1999 റുപ്പീസാണ് വരുന്നത്. 11 രൂപയ്ക്ക് അടുത്ത് വരും. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിവൈസ് എന്ന് പറയാൻ സാധിക്കും ഇതിന്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ iQന്റെ C9X എന്ന് പറഞ്ഞൊരു ഫോണാണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫോണാണ്. നമുക്ക് 6.72 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 120 ഹെർട്സിൻ്റെ ഒരു IPS LCD പാനലാണ് വരുന്നത്. ഒരു 6S Gen 1 പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 6000 mAh ബാറ്ററി, ഒരു 44 വോൾട്ടിൻ്റെ ചാർജർ. ക്യാമറ വരുന്നത് വെച്ചാൽ ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും മെയിൻ സെൻസറായിട്ട് 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. പിന്നെ ഒരു 8 മെഗാ പിക്സൽ ഒരു സെൽഫി വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 14 വരുന്നത്. 2 years ഓഫ് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. 3 years ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 11,615 റുപ്പീസാണ് വരുന്നത്. ഓഫർ എല്ലാം കഴിഞ്ഞ് വരുന്ന പ്രൈസാണ് പറയുന്നത്. ഫോൺ എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ വരുന്ന ഒരു ഫോണാണ്. AMOLED ഫോണാണ്. ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, സാംസങ് ആണ്. F15 5G ഫോണാണ് പറയുന്നത്. വൺ ഓഫ് ദി ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ ഫോൺ ഇൻ ദി സെഗ്മെൻറ്റ് എന്ന് പറയും നമുക്ക്. ഈ ഒരു സെഗ്മെൻറ്റ് മൊത്തം ഫോൺസ് ഞാൻ പറഞ്ഞത് എല്ലാം LCD പാനലായിരുന്നു. ഈ ഫോണാണ് നമുക്ക് പറയുന്നത് ഇതൊരു AMOLED പാനലാണ് വരുന്നത്. 6.5 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഒരു 6000 mAh ബാറ്ററി, ഒരു 25 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. നമുക്ക് S20യുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വരുന്ന സീരീസിൽ വരുന്ന അതേ ചാർജർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. 44 വാൾട്ട് അല്ല, 25 വാൾട്ട് ഉണ്ട്. ബോക്സിലില്ല ചാർജർ. ക്യാമറ നോക്കുവാണെങ്കിൽ നമുക്ക് 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ, 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞൊരു 13 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് 14 വരുന്നത്. 4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. 5 years ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് വരുന്നത്. പ്രൈസ് എന്ന് പറഞ്ഞാൽ 11,667 റുപ്പീസാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഈ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ വരുന്ന ഫോണാണ്. ഡിസ്പ്ലേ വേണ്ടവർക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ലാത്ത ബാറ്ററിയും എല്ലാം കൊണ്ടും ഒരു നല്ല ഫോണായിട്ട് പറയും. എൻ്റെ ടോപ്പ് ഓഫ് ദി ഫസ്റ്റ് പൊസിഷൻ ഞാൻ കൊടുക്കുന്നില്ല, കാരണം എൻ്റെ പ്രോസസ്സേഴ്സ് നല്ല പ്രോസസ്സറാണ്. ഡയമണ്ട്സിറ്റിയുടെ 6100 എന്ന് പറഞ്ഞ പ്രോസസ്സർ. എനിക്ക് ഓൾറൗണ്ടർ ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ് ഈ സാംസങ്ങിൻ്റെ F15 5G എന്ന് പറഞ്ഞൊരു ഫോൺ. ഇത്രയും ഫോണാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺസ് ഇൻ 10,000 അണ്ടറിൽ വരുന്ന ഫോൺസ്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഓഫേഴ്സ് കഴിഞ്ഞും കാര്യങ്ങളും കഴിഞ്ഞാണ്. ഏകദേശം പ്രൈസിന് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരാം. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെയുള്ളൂ പറയാം. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.